Hi students, today we will discuss Python global variables. In most of the programming language, we are using two type of variables. One is local variable and other one is global variable. And these two variables are distinguished when we are using a functions. So, in relation with the functions, we can classify a variable in two types, global and local variable. A variable that are created outside a function are known as global variable, and global variable can be used by everyone both inside the function and outside the function. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഒരു ഗ്ലോബൽ വേരിയബിൾ. ആൻഡ് നെയിം ഫ്രം ഇറ്റ്സ് നെയിം itself, the global variable is a variable that can be accessed or that can be modified anywhere in the program. That means anywhere in the program means outside the function or inside the functions. We can modify, we can access, we can change everything. It is possible. But in the case of local variable, a local variable is normally defined inside a function and its value is within that function. So we can access the value or access that variable only within that function. നമുക്കതിൻ്റെ ഫംഗ്ഷനകത്ത് ഇരുന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു എൻറ്റയർ പ്രോഗ്രാമിനകത്ത് നമുക്കൊരു വേരിയബിളിനെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, എൻറ്റയർ പ്രോഗ്രാം മീൻസ് ആ പ്രോഗ്രാം കൺസിസ്റ്റിംഗ് ഓഫ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ്, കുറേ ഫങ്ഷൻസ് ഉള്ളൊരു ഒരു പ്രോഗ്രാമാണെന്ന് വിചാരിക്കാം. ആ പ്രോഗ്രാമിനകത്ത് ഏത് ഫംഗ്ഷനകത്തും നമുക്ക് ആ ഏറ്റവും ലേറ്റസ്റ്റ് വാല്യൂ ആ ഫംഗ്ഷൻ വേരിയബിളിൻ്റെ ലേറ്റസ്റ്റ് വാല്യൂ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ആക്സസ് ചെയ്യാൻ പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ ദറ്റ് ടൈപ്പ് ഓഫ് വേരിയബിൾ ഈസ് നോൺ ആസ് global variable. Otherwise it's a local variable. Normally local variable is its life is whole, access time is or access is within that limited to within that function. അപ്പം ആക്സസിങ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഒരു ഫംഗ്ഷനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷനകത്ത് ലിമിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദറ്റ് കൈൻഡ് ഓഫ് വേരിയബിൾ ഈസ് നോൺ ആസ് ലോക്കൽ വേരിയബിൾ, ലോക്കൽ ടു ദാറ്റ് ഫംഗ്ഷൻ. അപ്പോൾ ആ ഒരു ഫംഗ്ഷനകത്തേക്ക് ലോക്കലൈസ് ചെയ്യുന്നു ആ വേരിയബിളിൻ്റെ ആക്സസിങ് എന്ന് പറഞ്ഞ സാധനം. ലൈഫ് എന്ന് പറഞ്ഞ സാധനം, സ്കോപ്പ് ഓഫ് ദി വേരിയബിൾ ഈസ് വിതിൻ ദാറ്റ് ഫംഗ്ഷൻ. ആ ഫംഗ്ഷനകത്ത് മാത്രമേ അതിനൊരു സ്കോപ്പ് ഉള്ളൂ, അല്ലെങ്കിൽ അതിനൊരു ലൈഫ് ഉള്ളൂ. വിതിൻ ദാറ്റ് ഓർ ആ ഫംഗ്ഷന് വെളിയിൽ അതിനെന്തില്ല, ആ ഫംഗ്ഷന് ആ വേരിയബിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ആക്ച്വലി അതിൻ്റെ ക്ലിയർ പിക്ചർ എന്ന് പറഞ്ഞാൽ എ വേരിയബിൾ ഡിഫൈൻഡ് ഇൻസൈഡ് എ ഫംഗ്ഷൻ ഈസ് നോൺ എസ് ലോക്കൽ വേരിയബിൾ, ആൻഡ് എ വേരിയബിൾ ദറ്റ് ഈസ് ഡിഫൈൻഡ് ഔട്ട്സൈഡ് എ ഫംഗ്ഷൻ ആൻഡ് വിച്ച് ക്യാൻ ബി ആക്സസ്ഡ് എനിവെയർ ഫ്രം ദി പ്രോഗ്രാം ഈസ് നോൺ എസ് ഗ്ലോബൽ വേരിയബിൾ. ഇപ്പോൾ ക്ലിയർ അല്ലേ? ഇപ്പോൾ ഗ്ലോബൽ വേരിയബിളും ലോക്കൽ വേരിയബിളും നമ്മൾ പറയുന്നത് എപ്പോഴും ഒരു ഫംഗ്ഷൻ്റെ കേസിലാണ്. ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. നോർമലി ഫംഗ്ഷൻ വരുന്ന കേസിലാണ് നമുക്ക് എന്ത് പറയേണ്ടി വരുന്നത്, ഇത് ലോക്കലാണ്, ലോക്കൽ ടു ദാറ്റ് ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ ഗ്ലോബൽ ടു ദ എൻറ്റയർ പ്രോഗ്രാമാണ് എന്ന് പറയേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഫോർ എക്സാമ്പിൾ, എക്സ് ഈസ് എ സ്ട്രിങ് ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് ഓസം. അപ്പോൾ ഓസം എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ എക്സിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. ഇറ്റ്സ് എ സ്ട്രിങ് വേരിയബിൾ, എക്സ് ഈസ് എ സ്ട്രിങ് വേരിയബിൾ ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഔട്ട്സൈഡ് ദി ഫംഗ്ഷൻ മൈ ഫംഗ്ഷൻ. മൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡെഫിനിഷന് വെളിയിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ എക്സ് ഈസ് എ ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ വേരിയബിൾ ഒരിക്കലും ഇതിനകത്തല്ല ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഫംഗ്ഷനകത്തല്ല ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ്, മൈ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് യൂസിങ് ഡെഫ് കീവേഡ് ആൻഡ് end with a colon. Then within that function we are writing a statement printf. Print Python is a awesome language, അല്ലെങ്കിൽ awesome എന്ന് മാത്രം എഴുതി. പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ പൈത്തൺ ഈസ് എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ് ആണ്. ആ സ്ട്രിങ്ങിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യും, എക്സും കൂടെ ആഡ് ചെയ്യും, കോൺകാറ്റിനേറ്റ് ചെയ്യും. അപ്പോൾ കോൺകാറ്റിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, പൈത്തൺ ഈസ് എൻ awesome എന്ന് എഴുതിയിട്ട് പ്രിൻറ്റ് ചെയ്യണം. കാരണം എക്സിൻ്റെ വാല്യൂ എവിടെ അവൈലബിൾ ആണ്, ഈ ഫംഗ്ഷനകത്തും അവൈലബിൾ ആണ് അല്ലേ.
എക്സ് എന്ന് പറഞ്ഞ ഒരു ഗ്ലോബൽ വേരിയബിളാണ്. ആ ഗ്ലോബൽ വേരിയബിളിനെ നമുക്ക് എവിടെ ആക്സസ് ചെയ്യാം? ഈ ഫംഗ്ഷനകത്തും ആക്സസ് ചെയ്യാം, ഫംഗ്ഷന് വെളിയിലും ആക്സസ് ചെയ്യാം. നെക്സ്റ്റ് ഈസ് നമ്മൾ ഫംഗ്ഷൻ കോളിംഗ് ആണ്. മൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും എന്ത് പ്രിൻ്റ് ചെയ്യണം? ഇങ്ങനെ വരും, പൈത്തൺ ഈസ് ഓസം. പൈത്തൺ ഈസ് ഓസം എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്ത് തരും. മനസ്സിലായില്ലേ? അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ എന്താണ് ഇവിടെ? ഗ്ലോബൽ വേരിയബിളാണ്. നോർമലി ഒരു ഫംഗ്ഷന് വെളിയിൽ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? ഗ്ലോബൽ ഫംഗ്ഷനാണ്. സി ലാംഗ്വേജിലൊക്കെ ആണെങ്കിൽ വേറെ പ്രോപ്പർട്ടി ഉണ്ട്. മെയിൻ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? വെളിയിൽ ഡിക്ലെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ഗ്ലോബൽ വേരിയബിൾ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി. അതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് തന്നെ പോകാം നമുക്ക്. If you create a variable with the same name inside a function, this variable will be a local variable and can only be used inside that function. അപ്പോൾ ഒരു വേരിയബിൾ നമ്മൾ ഒരു ഫംഗ്ഷനകത്ത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വേരിയബിൾ എന്തായി മാറും? ലോക്കൽ ടു ദാറ്റ് ഫംഗ്ഷനായിട്ട് മാറും. സോ ഇറ്റ് ഈസ് എ ലോക്കൽ വേരിയബിൾ ആൻഡ് ഇറ്റ് ക്യാൻ ആക്സസ് ഓൺലി വിതിൻ ദാറ്റ് ഫംഗ്ഷൻ, ഓർ സ്കോപ്പ് ഓഫ് ദ വേരിയബിൾ should be within that function. The global variable with the same name will remain as it was, global and with the original value. അത് ഗ്ലോബലായിട്ട് തന്നെ റിമെയിൻ ചെയ്യും, അതിൻ്റെ വാല്യൂയും അതേപോലെ തന്നെ ആയിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കി നോക്കൂ, ഒരു വേരിയബിൾ ആദ്യം എന്ത് ചെയ്തു? എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഇറ്റ് ഇസ് ഡിക്ലെയർഡ് ആസ് എ ഗ്ലോബൽ വേരിയബിൾ and its value is awesome. X എന്ന് പറഞ്ഞാൽ it's a string variable and it is defined as the value of the x is awesome. And next is definition of a function. My function is the function name myfunc, and using a keyword def we are declaring myfunc another function and they declare cheyunu, and within that function we are using two statement x equal to fantastic print python is plus x. x എന്ന് സാധനം ഇതിനകത്ത് ഡിക്ലെയർ ചെയ്തുകൊണ്ട് x എന്തായി മാറി? ഇവിടെ ലോക്കൽ വേരിയബിളായി മാറി. സോ പൈത്തൺ ഈസ് എക്സ് എന്ന് പറയുന്ന സമയത്ത് ഈ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് എന്തേ വരുള്ളൂ? പൈത്തൺ ഈസ് ഫാൻറ്റാസ്റ്റിക് എന്ന് മാത്രമേ വരുള്ളൂ. ഇനി ഇവിടെ ഇത് ഫംഗ്ഷൻ കോളിംഗ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് പ്രിൻറ്റ് പൈത്തൺ ഈസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് എന്താണ്? ഗ്ലോബലാണ്. സോ ഗ്ലോബൽ എക്സിൻ്റെ വേരിയബിളിൻ്റെ വാല്യൂ എന്താണ്? ഓസം എന്നാണ്. അപ്പോൾ ഇവിടെ പ്രിൻറ്റ് ചെയ്യുക എന്താണ്? എക്സ് ഈസ് പൈത്തൺ ഈസ് ഓസം. നമുക്ക് ഒരു കാര്യം ചെയ്ത് നോക്കാം. ഈ പ്രോഗ്രാം നമുക്ക് നേരെ എന്തിനകത്ത് ചെയ്ത് നോക്കാം? IDLA യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം, ലൈവായിട്ട് ചെയ്ത് നോക്കാം. കുറച്ച് വേരിയബിൾ മോഡിഫൈ ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലേ? വേണ്ട, അങ്ങനെ തന്നെ ആയിരിക്കും. x is awesome. ന്യൂ ഫംഗ്ഷനകത്ത് ഇവിടെ x വെരി ഗുഡ് ഉടുന്നാക്കാം. print the value അല്ലെങ്കിൽ അതെല്ലാം മാറ്റാം. പൈത്തൺ ഫംഗ്ഷൻ്റെ റിക്കർസീവ് ഫംഗ്ഷൻ്റെ എക്സാമ്പിൾ നോക്കാം നമുക്ക്. അതാണ് ആക്ച്വലി റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ഫംഗ്ഷൻ നെയിം ഈസ് ഫംഗ്ഷൻ FUN റിക്കേർഷൻ ആൻഡ് ആർഗ്യുമെൻറ്റ് ഈസ് കെ എന്ന് പറഞ്ഞ വേരിയബിളാണ് ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ബൈ യൂസിങ് എ കീവേഡ് ഡെഫ് ആൻഡ് എൻഡ് വിത്ത് കോളൻ. ഒരു കോളൻ വെച്ച് എൻഡ് ചെയ്യുന്നു. ആർഗ്യുമെൻറ്റ് കെ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിജർ വേരിയബിളാണ്. ഇനി ഫംഗ്ഷനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഇത്രയാണ് ഫംഗ്ഷനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുക. എന്തൊക്കെയാണെന്ന് നോക്കി നോക്ക്. ഒരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്, എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ദെൻ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് എന്താണ്? ഇഫ് കെ ഈസ് ഗ്രേറ്റർ ദെൻ 0, ദാറ്റ് മീൻസ് ആർഗ്യുമെൻറ്റ് കെ ഈസ് ഗ്രേറ്റർ ദെൻ 0 ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? റിസൾട്ട് ഈസ് ഈക്വൽ ടു കെ പ്ലസ് ഫംഗ്ഷൻ റിക്കേർഷൻ k-1.
അപ്പോൾ ഇവിടെയാണ് ആക്ച്വലി എന്ത് പെർഫോം ചെയ്യുന്നത്, റിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് പെർഫോം ചെയ്യുന്നത് ഇവിടെയാണ്. ഇപ്പോൾ റിസൾട്ട് കെ പ്ലസ് കെ എന്ന് പറഞ്ഞാൽ സപ്പോസ് കെയുടെ വാല്യൂ 6 ആയിരുന്നെങ്കിൽ, അതായത് കോൾ ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ റിക്കേഷൻ 6 എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത്, കെയുടെ വാല്യൂ 6 ആണ് ഇനീഷ്യലി. അപ്പോൾ ഇവിടെ എന്താ വരിക, റിസൾട്ട് ഈക്വൽ ടു 6 പ്ലസ് ഫംഗ്ഷൻ റിക്കേഷൻ 5 എന്ന് വരും. 6 മൈനസ് 1 എന്താ 5 അല്ലേ, റിക്കേഷൻ 5. അഗെയിൻ ഇവിടെ വരും കെ ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ എന്തായിരിക്കും, റിസൾട്ട് ഈക്വൽ ടു 6 പ്ലസ് 5 പ്ലസ് ഫംഗ്ഷൻ റിക്കേഷൻ എന്തായിട്ട് വരും, 4 വരും. പിന്നെ 3 വരും, ഫംഗ്ഷൻ റിക്കേഷൻ 2 വരും, ഫംഗ്ഷൻ റിക്കേഷൻ 1 വരും. 1 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, 0 ആണ്. അപ്പോൾ എന്താണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്. കെ ഗ്രേറ്റർ ദാൻ 0 ആണ്, അല്ല സോറി, പിന്നെ ഗ്രേറ്റർ ദാൻ 0 അല്ല, സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് വരും, ഇവിടത്തേക്ക് വരും അല്ലേ, റിട്ടേൺ ഇവിടത്തേക്ക് വരും. 0 ആണ് എന്ത് ചെയ്യുന്നത്, റിസൾട്ട് 0 ആയിട്ട്, റിസൾട്ടിലേക്ക് എന്ത് റിട്ടേൺ ചെയ്യും, 0 എന്ന് പറഞ്ഞ സാധനം റിട്ടേൺ ചെയ്യും. അപ്പോൾ ലാസ്റ്റ് ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിട്ട് റിട്ടേൺ ചെയ്യും, 0 ആയിട്ട് റിട്ടേൺ ചെയ്യും. അപ്പോൾ 0 പ്ലസ് പിന്നെ അടുത്തത്. അപ്പോൾ അതെങ്ങനെയാണ് എൻ്റെ ഇറ്ററേഷൻ വരുന്നതെന്ന് നോക്കാം നമുക്ക്. അപ്പം റിസൾട്ട് ഇസ് ഈക്വൽ ടു 6 പ്ലസ് ഫംഗ്ഷൻ റിക്കേഷൻ എന്നാണ് ആദ്യം വരുന്നത് അല്ലേ. ഫസ്റ്റ് വരുന്നത് ഫംഗ്ഷൻ റിക്കേഷൻ കെ മൈനസ് 1 എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ 6 പ്ലസ് 5 ആയി വരിക. പിന്നെ അടുത്തത് അത് അഗെയിൻ അതിനെ തന്നെ ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യുന്നു. ഫംഗ്ഷൻ റിക്കേഷൻ 4 വരും, ഫംഗ്ഷൻ റിക്കേഷൻ 3, ഫംഗ്ഷൻ റിക്കേഷൻ 2 പ്ലസ് ഫംഗ്ഷൻ റിക്കേഷൻ 1. പിന്നെ എന്താ വരിക, ഫംഗ്ഷൻ റിക്കേഷൻ 0 എന്ന് വരും. കെയുടെ വാല്യൂ 0 ആയിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ 0 എന്ന് പറഞ്ഞ സാധനം ഗ്രേറ്റർ ദാൻ എന്തല്ല, 1 അല്ല. അപ്പോൾ എന്ത് റിട്ടേൺ ചെയ്യും, ഇത് ഇവിടെ ഒരു 0യും കൂടെ വരും, ഫംഗ്ഷൻ റിക്കേഷൻ 0 എന്ന് പറഞ്ഞിട്ട് വരും. ആ 0 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്.